നാട്ടിൽ തീപിടുത്തം പോലുള്ള ആപത്തുകൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്നവരാണ് ഫയർഫോഴ്സ് ജീവനക്കാർ. പത്തനംതിട്ട അടൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ ഭയത്തോടെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. വാടക കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥയാണ് ജീവനക്കാരുടെ ഭയത്തിന് കാരണം. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെങ്കിലും നിലവിലെ ഫണ്ടുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് വാർഡ് കൗൺസിലർ ബിന്ദുകുമാരി വ്യക്തമാക്കി. ഫാൻ ഉറപ്പിച്ചിരിക്കുന്നത് മരക്കഷ്ണത്തിൽ. മേൽത്തട്ടിലെ കോൺക്രീറ്റ് ഇളകി കമ്പികൾ തെളിഞ്ഞ അവസ്ഥയിലാണ്. 1989 അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് അടൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നു മുതൽ ഇപ്പോഴും ഈ വാടക കെട്ടിടത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. സ്ഥലമില്ലാത്തതിനാൽ ഫയർഫോഴ്സ് വാഹനം റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. ഷെഡിൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടം മാത്രമേ ഉള്ളൂ. 2021 ഓഗസ്റ്റിൽ 4,81,80,000 രൂപ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഭരണാനുമതി ലഭിച്ചു. എന്നാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് പ്ലാൻ പ്രകാരമുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനാകില്ലെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. വർഷങ്ങളായിട്ട് ഇതിന്റെ പണി ഉഴപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ 1 വർഷം കൊണ്ടാണ് ഇത്രയും പുരോഗമിച്ചത്. ഈ പുരോഗമിച്ചെങ്കിലും നമുക്ക് ഇതിന് ഫണ്ട് അപര്യാപ്തമാണ്. ഈ ഫണ്ട് കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവിടുത്തെ ആ ഫയർഫോഴ്സ് കെട്ടിടവും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കെട്ടിടം ഇടിഞ്ഞു വീഴത്തക്കവണ്ണമുള്ള ഒരു അവസ്ഥയാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഭയത്തോടു കൂടിയാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ അധിക ഫണ്ട് സർക്കാർ അനുവദിക്കണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറാൻ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് അടൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ജീവനക്കാർ. റിപ്പോർട്ടർ, പത്തനംതിട്ട.